എല്ലാവരും എന്ന് പറയുന്നത് പോലെ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഇൻ എൻ എയർ കണ്ടീഷൻഡ് റൂം ഇൻ ഫ്രണ്ട് ഓഫ് എ ലാപ്ടോപ്പ് ഇരുന്ന് 24 hours എന്ന് പറയുന്ന പോലെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഭയങ്കരമായിട്ട് അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അങ്ങനെയുള്ളവരോട് നമ്മൾ മിക്കവാറും പറയുന്നത് ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 30 മിനിറ്റ് നടക്ക്, ഹാർട്ടിനൊരു എക്സസൈസ് ആയിരുന്നു, അത് മതിയോ? അതായത് അങ്ങനെ ഒരു വർക്കൗട്ടും ചെയ്യാനുള്ള സമയമില്ല, ഹെക്ടിക് വർക്ക് ലൈഫ് ഉള്ള ഒരാൾക്ക് 30 മിനിറ്റ് നടന്നാൽ മതിയോ? മിനിമം 30 മിനിറ്റ്സ് എന്നാണ്. അതിനകത്ത് ഐഡിയലി യു ഹാവ് ടു ഹാവ്, ഡിപ്പെൻഡിങ് ഇഫ് യു ആർ യങ്ങർ, യങ്സ്റ്റേഴ്സിന് ദേ സേ 30 to 45 മിനിറ്റ്സ് ഓഫ് വിഗറസ് എക്സസൈസ് എന്ന് വെച്ചാൽ ചുമ്മാ നടന്നാൽ പോരെ, യു ഹാവ് ടു ഹാവ് ലിറ്റിൽ മോർ ജോഗിങ് ഓർ സം ഇച്ചിരി ആക്റ്റീവായിട്ടുള്ളത് ചെയ്യുക. ആൻഡ് ഡു ഇറ്റ് അറ്റ്ലീസ്റ്റ് 5 times a week, 5 or 6 times. അതൊരു മിനിമം ആണ്. ചിലപ്പോൾ നമുക്ക് അത്രയും ടൈം കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ദേ സേ ദാറ്റ് സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും മണിക്കൂർ നിങ്ങൾ പറഞ്ഞ പോലെ ഇരുന്നാൽ സിഗരറ്റ് വലിയുടെ തുല്യമാണെന്നാണ്. ദാറ്റ് മീൻസ് ദാറ്റ് അത്രയും നിർബന്ധമൊന്നുമില്ല, ഇരുന്നാൽ മതി. അപ്പോൾ ആ ഇടയ്ക്ക് നമ്മൾ പോയി എക്സർസൈസ് ചെയ്യാം. ടെക്നോളജി ഹെൽപ്സ്. ഐ വിൽ ടെൽ യു, ഇഫ് യു ഹാവ് എ സ്മാർട്ട് വാച്ച്, ഇഫ് യു ഡോണ്ട് മൂവ് for 30 minutes or 45 minutes, it will remind you. So get up and walk. This is something called incidental exercise. നിങ്ങളിപ്പോൾ 30 minutes ചിലപ്പോൾ നിങ്ങൾക്ക്, if you are a busy person, 30 minutes കിട്ടണമെന്നില്ല. Divide it into different blocks. എന്ന് വെച്ചാൽ 10 minutes in the morning, afternoon and night. Don't use the steps, don't use the lift, use the stairs. And നമ്മൾ ഒരു പാർക്കിംഗ് ലോട്ടിൽ നിന്ന് try to park a little away from your office. ബസ്സിലോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ഒരു സ്റ്റോപ്പ് പുറകിൽ ഇറങ്ങുക. അപ്പോൾ നമുക്കൊരു 1/2 kilometer നടക്കുക. ഡ്യൂറിങ് യുവർ വർക്ക് ഫുൾ ടൈം ഇരിക്കാതെ, ഈവൻ ഇഫ് യു ആർ എ കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ഓർ എൻ IT person who have to sit for a long time, every few minutes to hours ഇടയ്ക്കൊന്ന് ടേക്ക് എ റൗണ്ട് ആൻഡ് കം ബാക്ക് ആൻഡ് സിറ്റ്. ഗുഡ് ഫോർ ദി ഐസ്, ഗുഡ് ഫോർ ദ ബോഡി. അപ്പോൾ ഓൾ ദീസ് സ്മോൾ തിങ്സ് ആഡ് അപ്പ്. അപ്പോൾ നമ്മൾ 30 minutes അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇൻ എ ഡേ, ഇഫ് യു ആർ കെയർഫുൾ, യു ക്യാൻ വാക്ക് ഫോർ 2 hours. അതിനകത്ത് നമ്മൾ അറിയാതെ തന്നെ ഇത്രയും ബോഡിക്ക് എക്സർസൈസ് കിട്ടും. അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇതിപ്പോൾ പൊട്ട ചോദ്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്മോക്കിംഗ് ഓർ ഡ്രിങ്കിങ്, ഏറ്റവും പ്രശ്നക്കാരനാരാണ്? സ്മോക്കിംഗ് വിത്ത് ഡ്രിങ്കിങ് അല്ല, രണ്ടും അല്ല ചോദിച്ചേ. അപ്പോൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഡേഞ്ചറസ്. See, both of them, smoking is extremely dangerous. Okay. Because not only for the heart, ഇഷ്ടം പോലെ ഏത് സ്മോക്ക് എവിടെ പോയാലും ഓർഗൻസിനെ അത് ബുദ്ധിമുട്ടിച്ചിട്ടേ പോവുള്ളൂ. So I think that is more dangerous. Drinking also, when it goes to beyond a certain limit, which most people do, that is also dangerous. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിൽ നോക്കുകയാണെങ്കിൽ ഐ സേ സ്മോക്കിംഗ് ഇസ് മോർ ഡേഞ്ചറസ്. ബട്ട് ദെൻ അതുകൊണ്ട് ഡ്രിങ്ക് ചെയ്യണമെന്നല്ല പറയുന്നത്. യു ഹാവ് ടു ബി അല്ല, പക്ഷേ നമ്മളിപ്പം യൂഷ്വലി പറയുന്ന കാര്യമുണ്ടല്ലോ, ഒരു ദിവസം 1 പെഗ്ഗും 2 പെഗ്ഗും കഴിച്ചിട്ട് ഇവിടെ ആർക്കും അസുഖം വന്നിട്ടില്ല, അതൊക്കെ ആക്ച്വലി ശരീരത്തിന് നല്ലതാണെന്ന് പറയുന്നവരുണ്ട്. അവർക്ക് അസുഖം വരുമ്പോൾ ആരും അവർ നോക്കാനും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ബട്ട് ദെൻ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. യെസ്. സോ ഐ കനോട്ട് റെക്കമെൻഡ് ദാറ്റ് യു ഹാവ് ദാറ്റ് ആസ് എ മെഡിസിൻ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെയിലി ഒരു പെഗ് എടുക്കണം, അങ്ങനെ ഒരു കാര്യമില്ല. ഇല്ല, അങ്ങനെ ഞങ്ങൾ പറയില്ല, അങ്ങനെ പറയത്തില്ല. ഡോക്ടർ കഴിക്കോ? നോ. It's something called social drinking. People have it in a what do you say, in a this thing, rare scenarios, which is generally acceptable. And the type of alcohol, for example, you have certain types of wines. There is this Mediterranean diet which has got a higher say concentration of red wines or port wines, which contains a lot of antioxidants. So avarude they have lesser risk of heart disease nu parayunnathu. One is, they say this wine intake contains a lot of heart protective vitamins nulladokkeയാണ്. Second, they have a higher incidence of, they have a lot of fruits, vitamins. അവരുടെ number of portions of fruit helpings കൂടുതലാണ്. It's only not only the alcohol. പക്ഷെ ആൾക്കാർ നോക്കുന്നത് അവർക്ക് വൈൻ കുടിച്ചിട്ട് കുഴപ്പം വന്നില്ല, അതുകൊണ്ട് അത് മാത്രം കുടിച്ചാൽ ശരിയാവുന്നതാണ്. അങ്ങനെയല്ല. ആൻഡ് ദേ ആർ മോർ ആക്റ്റീവ് ദൻ us. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനാണ് വരുന്നത്. സോ ഇൻ എ സോഷ്യൽ സെറ്റിംഗ് വൺസ് ഇൻ എ വേ ഇറ്റ് ഇസ് ഫൈൻ. ബട്ട് ദെൻ ജനറലി ഇറ്റ് ഇസ് നോട്ട് എ വാട്ട് യു സേ എ ക്രോണിക്കലി അഡ്വൈസബിൾ തിങ്. നമ്മളിപ്പോൾ ഇത് കുടിച്ചുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരത്തില്ലെന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതും ഡേഞ്ചറസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ വൈൻഡ് ചെയ്യാൻ പോവാണ്. വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ഹാർട്ട് ഹെൽത്തിയാണ് എങ്ങനെ അറിയാൻ പറ്റും? അത് ടെസ്റ്റുകളൊന്നും അല്ലാണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു രീതിയുണ്ടോ? ഒരു ഹെൽത്തി ഹാർട്ടിൻ്റെ സിംറ്റംസ് അങ്ങനെ എന്തെങ്കിലും? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. യുവർ ഹാർട്ട് ഇസ് യൂഷ്വലി സൈലൻറ്റ്. നെഞ്ചിടിപ്പ് ഉണ്ടെന്ന് പോലും നമ്മൾ അറിയില്ല. സത്യം. ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഓർഗൻ എന്ന് വെച്ചാൽ നമ്മൾ വെൻ യു ആർ ഇൻ ദ വൂംബ് 5 weeks തൊട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഇറ്റ് നെവർ റെസ്റ്റ്സ്. അത് റെസ്റ്റ് ചെയ്താൽ യു ആർ ഓവർ. അതെ.
അപ്പോൾ ഹാർട്ടിൽ എന്തെങ്കിലും യു ഫീൽ സംതിങ് അൺയൂഷ്വൽ എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി എൻ എക്സ്ട്രാ ഹാർട്ട് ബീറ്റ്, നെഞ്ചിടിപ്പ് കൂടുക, നെഞ്ചുവേദന വരിക, ശ്വാസമുട്ടൽ വരിക, എനി അൺഈസി ഫീലിംഗ് ഇൻ ദ ചെസ്റ്റ് യു കനോട്ട് എക്സ്പ്ലെയിൻ. ഇത്രയും നാളും എനിക്ക് വരാത്ത എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെന്ന് തോന്നുവാണെങ്കിൽ യു ഷുഡ് ഗോ ടു ദ ഡോക്ടർ. സോ ഹാർട്ട് വിച്ച് ഡസ് നോട്ട് കോസ് എനി സിംറ്റംസ്, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ദാറ്റ് മീൻസ് ദറ്റ് ഇറ്റ് ഇസ് വർക്കിംഗ് ഫൈൻ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എ ബിൽഡപ്പ് ഇൻ എ ഹാർട്ട് ഡിസീസ് ഇത് വർഷങ്ങളോളം എടുക്കും. ഹാർട്ടിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വെരി ടോളറൻറ്റ് ഓർഗൻ. കുറേ നാൾ സഹിച്ച്, പക്ഷേ അത് പൊട്ടിത്തെറിക്കുമ്പോഴോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കിനും ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ആയിട്ടോ വരുന്നതുകൊണ്ട് യൂഷ്വലി ഹാർട്ടിനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നാണ്. സോ ദർ ഇസ് നത്തിങ് കോൾഡ് എ ഹെൽത്തി ഹാർട്ട് ഓൾവേസ്. വെൻ യു ആർ ബോൺ യു മേ ബി ബോൺ വിത്ത് എ ഹെൽത്തി ഹാർട്ട്. At 10 years or 20 years you may still have a healthy heart. But then after that it is your duty to check your heart. ഹാർട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് നമ്മളോട് പറയത്തില്ലെന്നുള്ളൂ, നമ്മളപ്പോൾ ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ബേസിക്കലി ദ മെസ്സേജ്. യു ഷുഡ് ഹാവ് എ ചെക്കപ്പ് വൺസ് ഇൻ എ വേ ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് എനി സിംറ്റംസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ട് ഇത്രയും ഹെവി കാര്യങ്ങൾ പറഞ്ഞതിന് താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. നൈസ് ടോക്കിംഗ് ടു യു. താങ്ക് യു.